ഈ തളിപ്പറമ്പിലാണ് അങ്ങ് ഒരുപാട് അധ്വാനിച്ചത്. കുറേ നാളുകളായി പലപ്പോഴും കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുന്ന ചില വാർത്തകളിലാണ് അബ്ദുൾ റഷീദ് ഇങ്ങനെ ഒതുങ്ങാറുള്ളത്. പാർലമെൻറ്റ് ഇലക്ഷന് കേട്ടു, പിന്നെ അല്ലാതെ ചില സന്ദർഭങ്ങളിൽ കേട്ടു. തളിപ്പറമ്പിൽ താങ്കൾ തയ്യാറായി നിന്നതാണ്. വളരെ പെട്ടെന്നാണ് ധർമ്മടത്തേക്ക് പോകാൻ പറയുന്നത്. അതിനു മുമ്പ് ഈ നമ്മുടെ സ്ക്രീനുകളിൽ വാർത്തകളിലൊക്കെ കാണുന്നത് ധർമ്മടത്ത് ഷാഫി പറമ്പിൽ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞാണ് കാണുന്നത്. അപ്പോൾ വളരെ പെട്ടെന്നൊരു വിമതൻ രംഗത്ത് വരുന്നു, പോകാൻ പറഞ്ഞു നോക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായി കാണൂല അന്നേരം. ഞാനതിനകത്ത് ആദ്യം എല്ലാ ചോദ്യത്തിനും ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമല്ല, പാർട്ടി നൽകുന്ന അംഗീകാരമാണ്, അല്ലെങ്കിൽ ഔദാര്യമാണ്. ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. ശരിയാണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് എന്നെ തളിപ്പറമ്പിലാണ് മത്സരിക്കാൻ നിയോഗിച്ചത്. ആദ്യം മറ്റൊരു സീറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടു, അവസാനം തളിപ്പറമ്പിലേക്ക് മാറ്റിയായിരുന്നു. അതിനുശേഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഏറ്റവും അവസാനം വരെ പരിഗണിക്കപ്പെട്ട ഒരു പേരാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അന്ന് 40,000-ലധികം വരുന്ന വോട്ടാണ്. കാരണം ജെയിംസ് മാത്യു അതിനു മുമ്പ് 43,000-ഓളം വോട്ടിന് ജയിച്ച വലിയ ഭീകരമായ, കാരണം ആന്തൂർ മലപ്പുറം ഒക്കെ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്. നമ്മൾ 55 വർഷമായി അവിടെ ജയിച്ചിട്ട്. അവിടെ സ്ഥാനാർത്ഥിയായി കടന്നുപോയി 1,00,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറച്ചു. അന്ന് ഇടത് തരംഗമാണ്. മട്ടന്നൂരിൽ 60,000 വോട്ടിന് ജയിക്കുന്നു. തലശ്ശേരി BJP ഇല്ലാതിരുന്നിട്ട് കൂടി 36,000 വോട്ടിന് ജയിക്കുന്നു. കണ്ണൂർ അസംബ്ലി കടന്നപ്പള്ളി ഭൂരിപക്ഷം കൂട്ടുന്നു. അഴീക്കോട് അസംബ്ലി സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ട് 5,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. പയ്യന്നൂരും അതുപോലെ തന്നെ കല്യാശ്ശേരിയൊക്കെ 1,00,000, അന്ന് CM-ഉം 1,00,000 വോട്ടിനാണ് ധർമ്മടത്തും ജയിക്കുന്നത്. ഇങ്ങനെ കണ്ണൂരിൽ ഇടത് തരംഗം ഇങ്ങനെ ആഞ്ഞടിച്ചൊരു സമയത്താണ് ഈ തളിപ്പറമ്പ് എന്ന പാർട്ടി കോട്ടയിൽ ഇത്രയും വലിയ പാർട്ടി ശക്തി കേന്ദ്രത്തിൽ ഭൂരിപക്ഷം 1,00,000-ഓളം കുറയുകയും 1,00,000-ഓളം വോട്ട് ഷെയർ 50,000 ആയിരുന്നതിന് മുമ്പ് അത് 71,000-ലേക്ക് ഉയർന്നത്. സ്വാഭാവികമായിട്ടും ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു അത്. മലബാറിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു കാലത്ത് ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുകയും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കുറയ്ക്കുകയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേതാക്കന്മാരൊക്കെ ഒന്ന് അഭിനന്ദിച്ചു. പ്രത്യേകിച്ച് KPCC മുൻ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ, അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പിന്നെ പല വേദികളിലും പറഞ്ഞു അടുത്ത സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് ആയിരിക്കും. പക്ഷേ ഞാനായി ഒരു സ്ഥാനാർത്ഥി കുപ്പായം തുന്നിയിട്ടോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി നടന്നിട്ടുമില്ല. ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരോട് പറഞ്ഞത്, എനിക്കൊരു വോട്ട് നൽകിയാൽ നിങ്ങൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ തലകുനിക്കേണ്ടി വരില്ല. എനിക്കൊരു വോട്ട് അഭ്യർത്ഥിച്ചാൽ ആരുടെ മുന്നിലും നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നൊരു വാക്ക് ഞാൻ കൊടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു ചിന്ത അതാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമുക്ക് ഒരു അംഗീകാരം ലഭിച്ചാൽ, ഒരു സമയത്തേക്ക് ഒരു സ്ഥാനാർത്ഥിത്വം ലഭിച്ചാൽ, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള ഒരു അംഗീകാരം ലഭിച്ചാൽ അടുത്ത ഒരു ആളെ പാർട്ടിയിൽ നിന്ന് ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. സ്വാഭാവികമായിട്ടും അവിടെ ഞാൻ പോകുമ്പോൾ കേട്ടത് കഴിഞ്ഞ സ്ഥാനാർത്ഥി എവിടെയായിരുന്നു എന്നാണ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഒരിക്കലും അങ്ങനെയൊന്ന് പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. 5 വർഷക്കാലവും ഞാൻ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ആഗ്രഹിച്ചേറെ തുടങ്ങിയ എൻ്റെ FR അസോസിയേറ്റ് എന്ന് പറഞ്ഞ കണ്ണൂരിലൊരു അഡ്വക്കേറ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. പാർട്ട്ണറേയും ജൂനിയറൊക്കെ ഏൽപ്പിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഞാൻ എൻ്റെ എല്ലാ മറ്റ് കുടുംബത്തിലുൾപ്പെടെ എല്ലാ പരിപാടികളൊക്കെ മാറ്റിവെച്ച് ഞാൻ കേരളം മുഴുവൻ പ്രസംഗിച്ച് നടന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഒട്ടേറെ സമരങ്ങൾക്ക് KM അഭിജിത്തിനോടൊപ്പം ഞാൻ ആ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് നേതൃത്വം കൊടുത്ത ഒരാളാണ്. ബാലവേദിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹി, കണ്ണൂർ ജില്ലാ ചെയർമാനായി നിൽക്കുന്ന കാലത്ത് കേരളം മുഴുവൻ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന ഒരാളാണ്. ലക്ഷദ്വീപിൽ ചുമതലയുണ്ടായിരുന്നു, കർണാടകയിൽ മംഗലാപുരത്തും അതുപോലെ തന്നെ ഊട്ടിയിലൊക്കെ ചുമതലയുണ്ടായിരുന്നു, പുതുച്ചേരി ചുമതല. ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ 5 വർഷക്കാലം നിർത്തിവെച്ചിട്ട് പൂർണ്ണമായിട്ടും ഒരുപാട് സമരങ്ങൾക്ക് തളിപ്പറമ്പിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. കുപ്പത്ത് മണ്ണിടിച്ചൽ വിഷയത്തിലായാലും അതുപോലെ തന്നെ റോഡിന് വേണ്ടിയുള്ള സമരങ്ങൾ, കള്ളം കയറിയപ്പോൾ കള്ളൻ്റെ ശല്യത്തിനെതിരെ പരിഹാരം പോലീസ് സ്റ്റേഷനിലേക്കും, അങ്ങനെ എല്ലാം മൈന്യൂട്ടായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വരെ അടുപ്പിച്ച് കള്ളം കയറിയപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഞാൻ ആ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഒരാളാണ്. അങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങളുടെ ജീവൽ പ്രശ്നം, അതുപോലെ തന്നെ നിരന്തരം കല്യാണവും മരണവും, അതുപോലെ എന്ത് ചടങ്ങുണ്ടായാലും അവർ വിളിക്കും. അതിന് 2 തലമുണ്ട്. ഒന്ന് ഗോവിന്ദ മാസ്റ്റർ CPM-മാർ വിളിക്കുമ്പോൾ മാസ്റ്റർ എവിടെ പോകാറൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വാശിപ്പുറത്ത് ചില CPM-മാർ എന്നെ വിളിക്കും. ദേശാഭിമാനിയിൽ ജീവനക്കാർ മകളെ MLA-നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വാശിപ്പുറത്തേക്ക് എന്നെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു ചടങ്ങ് നടന്നാൽ, മരണം നടന്നാൽ അതിൻ്റെ ചടങ്ങിന് പോകും. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ എല്ലാ ചടങ്ങുകൾക്കും, ഉത്സവങ്ങൾക്ക് പോകും, പള്ളികളിലെ ആവശ്യങ്ങൾക്ക് പോകും. അങ്ങനെ to Z ഏത് ആവശ്യങ്ങൾക്കും രാവിലെ ഇറങ്ങിയ പാതിരാത്രിയാണ് തിരിച്ചു കയറുക. അങ്ങനെ ആ ജനതയുടെ കൂടെ വന്നു. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ കയറാത്ത സ്ഥാനാർത്ഥികളില്ല. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയിലൂടെ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയിലൂടെ ഓരോ ദിവസവും ഇങ്ങനെ ഷെഡ്യൂളിട്ട് 1-2 മണിക്കൂർ ഓരോ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റി തളിപ്പറമ്പിലെ അവരുടെ കൂടെ വീടുകൾ കയറി. കാരണം എൻ്റെ ഒരു ലക്ഷ്യമുണ്ട് ഏതെങ്കിലും. അപ്പം എപ്പോഴും പ്രതീക്ഷയുണ്ട്. ഞാൻ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വലിയ പ്രോത്സാഹനമാണ് അതിന് നൽകിയത്.
അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയൊക്കെ ഒരു അനുമതിയും വാങ്ങി അങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രാദേശിക നേതാക്കന്മാർക്കും ജില്ലയിലെ നേതാക്കന്മാർക്കും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ അറിയായിരുന്നു. അപ്പോൾ അവസാന നിമിഷമാണ് KPC പ്രസിഡന്റ് വിളിച്ച് പറയുന്നത്, അത് റഷീദ് തളിപ്പറമ്പ് ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് മത്സരരംഗത്ത് നിന്ന് പിന്മാറേണ്ടി വരും എന്നൊരു സൂചന എന്നോട് പറയാതെ പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞു, റഷീദ് അവിടെ തളിപ്പറമ്പിൽ നിന്ന് മാറണം, ധർമ്മടത്ത് മത്സരിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായി പോയി. അത് മറച്ചു വെക്കുന്നില്ല. കാരണം ഒരു എന്താ പറയുക, അത്രയും 5 വർഷക്കാലം രാവും പകലും ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം പറയും. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ സങ്കടങ്ങളെക്കാൾ വലുതാണ് എൻ്റെ സംഘടനാ ബോധം. ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞു, പ്രസിഡന്റ് ഓക്കെ, ഞാൻ മാറി നിൽക്കാം, ഞാൻ എവിടെയാണെങ്കിലും പ്രവർത്തിക്കാം. തളിപ്പറമ്പിൽ അപ്പോഴേക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ നേതൃയോഗമൊക്കെ വിളിച്ചിരുന്നത് പൂർണ്ണമായും പാർട്ടി പ്രവർത്തകരെയും നേതാക്കന്മാരെയും ബോധ്യപ്പെടുത്തിയെടുത്ത തീരുമാനമാണ്. അപ്പോൾ ആദ്യം കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ ഒറ്റക്കെട്ടായി ആ തീരുമാനത്തെ അനുസരിക്കുകയും അത് വിജയത്തിലേക്ക് എത്തി. ഞാൻ പാർട്ടിയുടെ തീരുമാനത്തെറ്റ, കാരണം 100% ശരിയായിരുന്നു. അത് ഏത് നേതാവ് എടുത്ത തീരുമാനമാണെങ്കിലും അത് പാർട്ടി അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ അത് ശരിയാണെന്ന് കാലം തെളിയിച്ചു. പക്ഷേ പെട്ടെന്നാണ് ഈ ധർമ്മടത്തേക്കുള്ളൊരു മാറ്റം പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒരു ചെറിയൊരു ശങ്കിച്ചു നിന്നു. എന്നോട് പറഞ്ഞ ഔദ്യോഗികമായി അറിയിക്കാം. പിന്നീട് വിളി വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. ബഹുമാനപ്പെട്ട നേതാക്കന്മാർ സ്ക്രീനിങ് കമ്മിറ്റി യോഗത്തിന് മുമ്പ്, തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒരുമിച്ചുണ്ടാകുന്ന സമയത്താണ് തീരുമാനം അനൗദ്യോഗികമായിട്ട് അറിയിക്കുന്നത്, സ്ഥാനാർത്ഥിയാക്കാൻ പോവുകയാണ് എന്നതിൽ ബഹുമാനപ്പെട്ട ശ്രീ KC വേണുഗോപാൽ MP ഉണ്ടായിരുന്നു ആ യോഗത്തിൽ. അതുപോലെ തന്നെ ദീപാദാസ് മുൻഷിജി ഉണ്ടായിരുന്നു, KPC പ്രസിഡന്റ് ഉണ്ട്, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനുണ്ട്. ബഹുമാനായ രമേശ് ചെന്നിത്തലയുടെ ഫോണിലാണ് എന്നെ വിളിച്ച് എന്നോട് തീരുമാനം പറയുന്നത്. ആ ഫോണിൽ തന്നെ, അതേ കോളിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ തീരുമാനം, ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ തീരുമാനമാണ്, ധർമ്മടത്ത് റഷീദ് മത്സരിക്കണം, പാർട്ടി തീരുമാനമാണ് എന്നറിയിക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ് എന്ന്, പാർട്ടിയുടെ ഔദ്യോഗികമായ തീരുമാനമാണെന്ന് ഒഫീഷ്യലി അറിയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് തീരുമാനം എടുത്താലും ഞാനത് അനുസരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഈ സമയം തളിപ്പറമ്പിൽ അടുത്ത നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ലീഗിൻ്റെ നേതാക്കന്മാരിലുണ്ട്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തരംതിരിക്കുകയാണ്. കോൺഗ്രസ് വോട്ട്, BJP വോട്ട്, ലീഗ് വോട്ട്, അതുപോലെ തന്നെ ന്യൂട്രലായിട്ടുള്ള വോട്ടുകൾ എന്ന് പറഞ്ഞ് ഈ വോട്ടർ പട്ടിക ഇങ്ങനെ മുമ്പിലുണ്ട്. എൻ്റെ അന്നേരമാണ് ഈ വിളി വരുന്നത്. അപ്പം ഞാൻ അന്നേരം പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല, പറ്റില്ല, അവിടെ മറ്റു തീരുമാനത്തിലേക്ക് പാർട്ടി പോവുകയാണ്, അതെന്തായാലും നടക്കില്ല ഈ തീരുമാനം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞു. ഈ സാധനം അതുപോലെ മടക്കി വെച്ചിട്ട് ഞാൻ അവിടെ നിന്നാണ് നേരെ ധർമ്മടത്തേക്ക് എൻ്റെ ചീഫ് ഏജൻറ്റിൻ്റെ വീട്ടിലേക്ക് ഞാൻ നേരെ പോകുന്നത്. അത്യാവശ്യം ബന്ധുക്കളെയും അതുപോലെ തന്നെ കുടുംബക്കാരെയൊക്കെ വിളിച്ചറിയിച്ചു, ഇങ്ങനെ ഒരു തീരുമാനം തളിപ്പറമ്പല്ല, എൻ്റെ കുടുംബത്തിലൊക്കെ അറിയിച്ചു. പ്രധാനപ്പെട്ട ഞാനുമായി ബന്ധപ്പെട്ട സൗഹൃദത്തിലുള്ള നേതാക്കന്മാരെ അറിയിച്ചു. ഈ തളിപ്പറമ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു സംവിധാനം ഒരുക്കി വെച്ചിരുന്നു. ഞാൻ അവരെല്ലാവരെയും അറിയിച്ചു, ഇങ്ങനെ പാർട്ടി തീരുമാനമുണ്ട്, ധർമ്മടത്തേക്ക് മാറേണ്ടതാണ്. അപ്പോൾ പാർട്ടി തീരുമാനം അല്ല, പലരും എതിർപ്പ് അറിയിക്കുകയും ആശങ്ക അറിയിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ പറഞ്ഞല്ല, പാർട്ടി തീരുമാനമാണ്, എന്തായാലും അനുസരിച്ചല്ലേ പറ്റൂ, അത് ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. നേരെ ചീഫ് ഏജൻറ്റ് അഡ്വക്കേറ്റ് ER വിനോദിൻ്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തോടാണ് ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് പറയുന്നത് പാർട്ടിയിൽ. അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹമാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ചീഫ് ഏജൻറ്റ് എന്ന നിലയിലും പ്രധാനമായിട്ട് നോക്കുന്നത്. പിന്നെ അവിടുത്തെ കൺവീനർ ശ്രീ MK മോഹനെയും അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ അറിയിച്ചു, ഇങ്ങനെ പാർട്ടി തീരുമാനം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്, ഔദ്യോഗിക തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ DC പ്രസിഡന്റിനെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ വിളിച്ചു. ആ മൊമെൻറ്റിൽ, ഈ അറിയിച്ച മൊമെൻറ്റിൽ, അതായത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് അറിയിച്ച മൊമെൻറ്റിൽ തന്നെ, പിന്നീട് ACC പ്രസിഡന്റാണ് ഔദ്യോഗികമായിട്ട് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത്. റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, എന്നെ അറിയിച്ച സ്പോട്ടിൽ തന്നെ ഞാൻ ആ യാത്രയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വർക്ക് തുടങ്ങിയിരുന്നു വളരെ വേഗത്തിൽ. കാരണം എനിക്കറിയാം അത്രയല്ലേ സമയമുള്ളൂ ഇലക്ഷൻ്റെ ഷെഡ്യൂളും. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റിയ ആശങ്ക ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ 8 പഞ്ചായത്തുകളെയും ലിസ്റ്റ് ചെയ്തു. വളരെ വേഗത്തിൽ, എനിക്കൊന്നും ഇത്രയധികം വേഗത്തിൽ വർക്കാണെന്നൊരു സ്ഥലം ഉണ്ടാവില്ല. ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ നിയോജകമണ്ഡലം കമ്മിറ്റി ഉണ്ടാക്കി, മണ്ഡലം UDF കമ്മിറ്റികൾ ഉണ്ടാക്കി. എനിക്ക് ലഭിച്ചൊരു ഗുണം, ഈ പ്രദേശങ്ങളുമായെല്ലാം ബന്ധം എന്നെ സംബന്ധിച്ച് വളരെ അടുത്തുണ്ട്. കഴിഞ്ഞൊരു 20 വർഷക്കാലത്തെ മുഴുവൻ സമയ സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ നിരന്തരം സഞ്ചരിച്ച സ്ഥലങ്ങളാണ്. ഏത് വിഷയം ഉണ്ടാകുമ്പോൾ ഞാൻ പോകും. കാരണം ഈ പ്രദേശങ്ങളിലൊന്നും അങ്ങനെ വലിയ വലിയ നേതാക്കന്മാരൊന്നും അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾക്കൊന്നും പോകില്ലല്ലോ. അപ്പോൾ വാർഡിൽ കൺവെൻഷൻ ഉണ്ടായാലും, അവിടെ മരണം ഉണ്ടായാലും, പ്രത്യേകിച്ച് പിണറായി പഞ്ചായത്തിലൊക്കെ ഏത് ആവശ്യത്തിനും ഞാൻ പോകും. എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ്. ഈ പാർട്ടി ഗ്രാമങ്ങളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തകർ എന്തെങ്കിലും വിളിക്കുമ്പോൾ ഒക്കെ ആര് പോയില്ലെങ്കിലും ഞാൻ പോകും. അത് കാരണം ഇവിടെയൊക്കെ രക്തസാക്ഷി പരിപാടികളിലൊക്കെ സ്ഥിരമായിട്ട് അനുസ്മരണങ്ങളൊക്കെ, കാരണം ഒരുപാട് രക്തസാക്ഷികളുടെ സ്ഥലമാണ്, ഒരു ഡസനോളം വരുന്ന രക്തസാക്ഷികളാണ്. അപ്പോൾ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി.
മറ്റു ചില പ്രയാസങ്ങളുണ്ടായിരുന്നു, സംഘടനാപരമായ ദൗർബല്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇലക്ഷൻ്റെതായ വർക്ക്, പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കാരണം പിന്നെ ഒരു ഇലക്ഷന് വേണ്ടി ഞാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഒന്ന് പറിച്ച് ഒരു സുപ്രഭാതത്തിലാണ്. പിണറായി വിജയനെ പോലെ ഒരു വലിയ ആളുടെ മുന്നിൽ ഒരു ഭയം തോന്നി എന്തെങ്കിലും? ഒരിക്കലുമില്ല. കാരണം എന്നെ സംബന്ധിച്ച് അങ്ങനെ ഭയം തോന്നാൻ മാത്രമുള്ള ഒന്നും എൻ്റെ ഭാഗത്തുണ്ടായില്ല. നമ്മളെന്തെങ്കിലും പിന്നെ എന്താ പറയണ്ടേ, വേറെ എന്തെങ്കിലും ഭയക്കണം, നമ്മുടെ എന്തെങ്കിലും ബിസിനസ്സിനെ ബാധിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളെ ബാധിക്കുമോ, അങ്ങനെ ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള കുടുംബമാണ്. ഉപ്പ ഒരു പരമ്പരാഗതമായ കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇടക്കാലത്ത് DAC-യിൽ കെ കരുണാകരൻ്റെ പാതയിൽ DAC-യിൽ പോയ ഒരാളാണ്. ഇപ്പം സുഖമില്ലാതെ കിടപ്പിലാണ് ഒരു 10 വർഷമായിട്ട്. ഉപ്പ DAC പോയപ്പോഴും ഉമ്മ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ആ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നാണ് എൻ്റെ KSU പ്രവർത്തനം തുടങ്ങുന്നത്. ബാലവേദിയുടെ കണ്ണൂർ ജില്ലാ ചെയർമാനായിരുന്നു. ജവഹർ ബാലവചന വേദിയുടെ കണ്ണൂർ ജില്ലാ ചെയർമാൻ സ്ഥാനത്തിരുന്ന ഒരാളാണ്. അത് തൊട്ട് ഇങ്ങോട്ട് ബാലവേദിയുടെ പ്രാദേശിക ഭാരവാഹിയായി, കലാവേദിയുടെ കൺവീനറായി, കോൺഗ്രസിന് കേന്ദ്രത്തിലുള്ള ഒരു ക്ലബ്ബാണ്. അവിടുന്ന് തുടങ്ങി ബാലവേദിയുടെ ജില്ലാ കോർഡിനേറ്ററും ജില്ലാ ചെയർമാനുമായി, സ്കൂൾ യൂണിറ്റ് പ്രസിഡന്റായി, സ്കൂൾ ലീഡറായി, പിന്നെ ബ്ലോക്ക് പ്രസിഡന്റായി, അങ്ങനെ ജില്ലാ സെക്രട്ടറി ആയി, ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്നു. KSU ഇലക്ടഡ് ജില്ലാ കമ്മിറ്റിയിൽ വന്നു, ഇലക്ടഡായി. അദ്ദേഹം ഇലക്ടഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാളാണ്. ഞാൻ അഭിജിത്തും തമ്മിലായിരുന്നു മത്സരം സംസ്ഥാന സംഘടനാ തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം ഈ സംസ്ഥാനം മുഴുവൻ നിരന്തരം സഞ്ചരിക്കുകയും പാർട്ടി പരിപാടികളിൽ, പിന്നെ അത്യാവശ്യം സംസാരിക്കാൻ അത് പ്രോത്സാഹിപ്പിച്ചത് പ്രിയപ്പെട്ട സുധാരേട്ടനാണ്. അതുപോലെ തന്നെ അന്തരിച്ചുപോയ P. രാമകൃഷ്ണനാണ്. അദ്ദേഹം എന്നെ കൊണ്ടു നടന്ന് പ്രസംഗിപ്പിക്കും, ഓരോന്ന് പറഞ്ഞുതരും, എനിക്ക് ചരിത്രപരമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. പിന്നെ എൻ്റെ നാട്ടിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, സംഘടന പിന്നെ പഠന ക്ലാസ്സൊക്കെ എടുക്കുന്ന. പിന്നെ സബർമതി സ്കൂൾ ഓഫ് നാഷണലിസ്റ്റ് ആൻഡ് റിസർച്ച് സെൻ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ടായിരുന്നു. നമുക്ക് ഈ പാർട്ടിപരമായ കാര്യങ്ങളൊക്കെ പറയാനും ചരിത്രം പഠിപ്പിക്കാനും നേതാക്കന്മാരെ പഠിപ്പിക്കാനൊക്കെ. അപ്പോൾ പിന്നെ നന്നായി വായിക്കുകയും പാർട്ടിയുടെ ചരിത്രം പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കാനും പോകും. KSU ചരിത്രം ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ഉള്ളതുകൊണ്ട് എന്താ പറയുക, പിന്നെ ഈ ട്രാക്കിലൂടെയൊക്കെ വന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് എന്താ പറയുക ഇംപ്ലിമെൻ്റ് ചെയ്യാനും പ്രവർത്തകരെ പെട്ടെന്ന്, പിന്നെ എല്ലായിടത്തും പരിപാടിക്ക് പോകുന്നതുകൊണ്ട് ആളുകളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മണ്ഡലം പ്രസിഡന്റുമാരും പാർട്ടി ഘടകങ്ങളും മുസ്ലിം നേതാക്കന്മാരും എല്ലാം വളരെ പെട്ടെന്ന് ട്രാക്കിൽ. ഈ 6 റൗണ്ട് അദ്ദേഹം പുറകിൽ നിന്ന ആ സന്ദർഭം പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ ഇലക്ഷന്റെ? ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ആദ്യ റൗണ്ട് ഓടിയെന്ന് വെച്ചാൽ പിന്നെ ഒരു സമയം പോലും അതിൽ നമ്മുടെ ചീഫ് ഏജന്റ് വലിയൊരു ഘടകമായിരുന്നു, അഡ്വക്കേറ്റ് TR വിനോദ്. അദ്ദേഹം എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്ഥാനാർത്ഥി ചെയ്യേണ്ട എല്ലാ പണിയും അദ്ദേഹം ഫയൽ വർക്ക് ഉൾപ്പെടെ എൻ്റെ നോമിനേഷൻ ഉൾപ്പെടെ ഒപ്പിട്ട് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്നെ പിന്നെ അതുപോലെ കമ്മിറ്റി നല്ല കമ്മിറ്റിയായിരുന്നു, ചെയർമാനും കൺവീനറും ഒരു നല്ല ടീം ഉണ്ടായിരുന്നു, അവിടുത്തെ പ്രാദേശികമായ ഭാരവാഹികളും മുതിർന്ന നേതാക്കന്മാരെല്ലാം. അവർ ബാക്കി എല്ലാ പണിയെടുത്തു. അവർ പറഞ്ഞു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ട് ചോദിക്കുക മാത്രം, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം പിറ്റേ ദിവസം തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് ഓരോ പോക്കറ്റിൽ ഓടിയെന്ന് പറഞ്ഞാൽ അതിരാവിലെ നമസ്കാരം കഴിഞ്ഞ് ഉടനെ ഇറങ്ങും. 5:30 ഇറങ്ങി പിന്നെ 6 മണിക്ക് മോർണിംഗ് വാക്ക് രാവിലെ പരമാവധി സ്ഥലങ്ങളിൽ വെച്ചു. അതുപോലെ തന്നെ അതിരാവിലെ പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയി മുഴുവൻ ക്യാമ്പസുകൾ കയറി, തൊഴിൽ സ്ഥാപനങ്ങൾ കയറി, മുഴുവൻ ദിനേശ് ബി ഡി കമ്പനി അറിയാലോ, CPM-ന്റെ സ്ഥാപനങ്ങളാണ്. മുഴുവൻ ദിനേശ് ബി ഡി കമ്പനികളിലും കയറി ഒരു 5-10 ആളുകൾ എവിടെയൊക്കെയുള്ള മാർക്ക് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് എഴുതി അതിങ്ങനെ ക്രോസ് ചെയ്ത് വെട്ടി ചെറിയ സ്ഥാപനം, ഒരു ബേക്കറിയിൽ ഒരു 10 തൊഴിലാളി ഉണ്ടെങ്കിൽ അതുപോലും അങ്ങനെ നോട്ട് ചെയ്ത് ഓരോ സ്ഥലത്തും ചാടി ഓടി കയറി. ഒരു റൗണ്ട് ഓടി കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി പിണറായി വിരുദ്ധതയുണ്ട്, ജനം പിണറായിക്കെതിരാണ്. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം സഹകരണ സ്ഥാപനങ്ങൾ കൊണ്ട്, പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളെ കൊണ്ട്, പലരും ഈ സ്ഥാപനങ്ങളിലെ ലോണും മറ്റും കൊണ്ട് CPM-ന് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പാർട്ടി ഗ്രാമങ്ങൾ ഭയം ഭരിക്കുന്ന ഒരു സ്ഥലമാണത്. 8 പഞ്ചായത്ത് CPM-ആണ്, ബ്ലോക്ക് പഞ്ചായത്ത് CPM-ആണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ മുഴുവൻ CPM-ആണ്, കാലാകാലങ്ങളായി MP ഒഴികെ ജനപ്രതിനിധികളെല്ലാം CPM-ആണ്. അപ്പോൾ ഭയമാണ് ഇവരുടെ ഒരു പ്രശ്നം. നമ്മളൊരു പ്രചരണത്തിൽ ഇറങ്ങിയാൽ നമുക്ക് നടക്കും. അങ്ങനെ 2ാം റൗണ്ടിൽ ഞാൻ നേതാക്കന്മാരോട് പറഞ്ഞു കുറച്ച് സീരിയസ് ആയി എടുക്കണം, മണ്ഡലം ഇത് എഴുതി തള്ളേണ്ട. അതിനു മുമ്പ് 50,000-ലധികമാണ്. പക്ഷേ അതിനെ പിന്നെ അത് എത്രത്തോളം എനിക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനും അത് എത്രത്തോളം ഉൾക്കൊള്ളാനും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ പറയുമ്പോൾ എല്ലാവരും തമാശയൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്നെ ഇത് ഏൽപ്പിക്കുമ്പോൾ പിന്നെ പറഞ്ഞത് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ ഭൂരിപക്ഷം കൂടരുതെന്നാണ് നേതാക്കന്മാർ പറഞ്ഞത്. ഭൂരിപക്ഷം കൂടരുതെന്നാണ്. ഞാൻ പറഞ്ഞില്ല, ജയിക്കും. പിന്നെ ഞാൻ ആദ്യത്തെ ദിവസം, കാരണം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്ഥാനാർത്ഥിയാണല്ലോ ആദ്യത്തെ ആത്മവിശ്വാസം കൊടുക്കേണ്ടത്, നമ്മൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എല്ലായിടത്തും ആ ആത്മവിശ്വാസം എക്സ്ട്രീം ലെവലിൽ
എക്സ്ട്രീം ലെവൽ. ഒരു മനുഷ്യ സാധ്യമായ എല്ലാ ആത്മവിശ്വാസവും അവിടുത്തെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ജനങ്ങൾക്കും ഒരേ അവസാന നിമിഷം വരെ, അവസാനത്തെ വോട്ട് ചെയ്യുന്നത് വരെ, ഇലക്ഷൻ ഡേ, പോളിംഗ് ഡേ വരെ, അവസാന മണിക്കൂറുകൾ വരെ ഞാനിങ്ങനെ കറങ്ങി എല്ലായിടത്തും പോയിട്ട്, കാരണം ഈ ബൂത്തിലിരിക്കാതെ പ്രശ്നമുള്ള ബൂത്തിലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഞാൻ പോയി പറഞ്ഞു, അവിടെ പോയി നിന്ന് ഏത് പ്രശ്നം, ഞാൻ എന്നെ തടഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആവേശം കൊടുത്തു. പിന്നെ പറ്റിപ്പോയതെന്ന് വെച്ചാൽ പ്രോഗ്രാമുകൾ ഇടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അത് സമയത്തിൻ്റെ പ്രശ്നമാണ്, ചെറിയൊരു സമയം മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ ഭൂരിപക്ഷത്തിന് പിടിക്കാൻ കഴിയുന്നതായിരുന്നു ഇപ്പോഴും തോന്നുന്നുണ്ടോ? ഇപ്പോഴും തോന്നുന്നുണ്ട്. അതാണ് ഒരു വേള, ഈ അഞ്ചാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് സത്യം പറഞ്ഞാൽ വല്ലാതെ ഇടറിപ്പോയി, വല്ലാതെ സങ്കടപ്പെട്ടു പോയി, വല്ലാതെ പ്രയാസപ്പെട്ടു പോയി. ഞാനിതൊക്കെ പറഞ്ഞിരുന്നതാണല്ലോ, അന്ന് ആരും കേട്ടില്ലല്ലോ, അന്ന് ആരും ഉൾക്കൊണ്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം സത്യം പറഞ്ഞാൽ മനുഷ്യ സഹജമായി എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ആ സമയത്തൊന്ന് ഞാൻ എന്താ പറയുക, വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയി. ഇതൊക്കെ പറഞ്ഞിട്ടും കാരണം അതിൻ്റെ ഒരു തെളിവെന്ന് വെച്ചാൽ രാവിലെ ഞാനിങ്ങനെ പോകുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല, കാരണം തോക്കുന്നൊരു സ്ഥാനാർത്ഥിയല്ലേ. പക്ഷെ ഞാനൊന്ന് പുറത്ത് പോയിട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു DYSPയും പിന്നെ 2 പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, ഇപ്പുറം കുറേ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ നടന്നു പോകുമ്പോൾ അവരൊക്കെ ഫോണിലൊക്കെ നോക്കുന്നുണ്ട്. ഞാനതിൽ ഈ ഫോണുള്ളിൽ ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ പോലീസുകാരൻ്റെ കയ്യിൽ ഫോൺ, ഞാൻ പറഞ്ഞു സാറേ യൂട്യൂബ് പിന്നെ എന്തായി തുടങ്ങിയോ ഒന്ന് നോക്കി. 8 മണി ആ സമയത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ മൈൻഡൊന്നും ചെയ്യാതെ അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷെ 3-ാം റൗണ്ട് ഞാൻ തിരിച്ച് കയറി വരുമ്പോൾ ദൂരത്ത് നിന്ന് എൻ്റെ നിഴൽ കണ്ട ഉടനെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചാടി എണീറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ഗംഭീരാക്കി കേട്ടോ, തലക്ക് കേട്ടോ. ഈ മാധ്യമപ്രവർത്തകർ മുഴുവൻ അന്നേരം രാവിലെ ഒന്നും ഞാനിങ്ങനെ അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്, എണ്ണുന്ന ദിവസമാണ്, അടുത്ത് പോയി സംസാരിക്കുമ്പോഴും അവരിങ്ങനെ ഓരോ കാര്യത്തിൽ ഇങ്ങനെ പറ്റില്ല. ഇത് കഴിഞ്ഞ് ഇവർ മുഴുവൻ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നൊരു രംഗം എൻ്റെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. അപ്പോൾ ഞാനത് കഴിഞ്ഞ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തൊക്കെ വല്ലാത്തൊരു ആവേശം കാണുന്നുണ്ട്. കാരണം ഇവർ മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട് പിണറായി വിജയൻ്റെ പരാജയം എന്നുള്ളതാണ്, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ. പക്ഷേ 5-ാമത്തെ റൗണ്ട്, 1-ാമത്തെ റൗണ്ട് ലീഡ് നേടി, 2-ാമത്തെ റൗണ്ട് ഞാൻ പറഞ്ഞു നേതാക്കന്മാർ എന്തായാലും 2 റൗണ്ട് ഉറപ്പായാലും നമ്മൾ ലീഡ് നേടുന്നു. അബിൻ എന്നോട് തലേദിവസം വിളിച്ചു. ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാവരും വിളിക്കും, OJ ജനീഷും അഭിജിത്തും ഞങ്ങളൊക്കെ ഒരേ ഭാരവാഹികൾ, ഒരേ സമയത്തുള്ള ഭാരവാഹികളാണല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും സ്ഥാനാർത്ഥികളെ രാത്രി കാലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കും, എന്തായി, എന്തെങ്കിലും പ്രശ്നമുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങളെന്നെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ അബിനോട് പറഞ്ഞു, അബിനെ എന്തായാലും നീ മീഡിയയിൽ പറയുന്നുണ്ട്, ധൈര്യമായിട്ട് പറഞ്ഞോ 2 റൗണ്ട് എന്ന്. എന്നോട് ചോദിച്ചാൽ വെറുതെ പറഞ്ഞു കൊള്ളാവോ എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് നീ പറഞ്ഞോ, ഞാനങ്ങനെ വെറുമ്പോക്ക് പറയില്ലല്ലോ. അവസാനത്തെ 2 റൗണ്ട് കുറച്ച് പ്രയാസമാവും, കാരണം പിണറായി പഞ്ചായത്തും ധർമ്മടം പഞ്ചായത്തുമാണ്. അതുവരെ ഞാൻ പരമാവധി പിടിച്ചു നോക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പക്ഷെ അന്നേരം എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ 3-ാം റൗണ്ടിലൊന്ന് ഇറങ്ങും പിന്നെ കയറുന്നതാണ്. പക്ഷെ 3-ാം റൗണ്ടിൽ ഇറങ്ങിയില്ല. 3-ാം റൗണ്ടിൽ ലീഡ് നേടി, 4-ാം റൗണ്ടിൽ ലീഡ് നേടി, 5-ാം റൗണ്ടിൽ ലീഡ് നേടി, 5-ാം റൗണ്ടിൽ ലീഡ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ലീഡിലേക്ക് വന്നില്ല. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും മണ്ഡലം നമ്മളൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, എൻ്റെ ചീഫ് ഏജൻറ്റ് തന്ന കണക്ക് പ്രകാരം ഞാൻ ഇരുന്ന് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലായി ഇതൊരു അപകടമാണ്. ഇനി 7-ാം റൗണ്ട് കഴിയുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിച്ച പോലെ പോകുന്നില്ല. കാരണം SDP വോട്ട് കൃത്യമായും, കാരണം SDP വലിയൊരു ഫോഴ്സാണ് അവിടെ. കേരളത്തിൽ എനിക്ക് തോന്നുന്നു SDP ഏറ്റവും കൂടുതൽ സ്വാധീനം അവിടെ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ ഭരണപക്ഷം CPM ആണ്, പ്രതിപക്ഷം SDP ആണ്. അവിടെ നമ്മളാകെ 2 മെമ്പർമാരേ ഉള്ളൂ. പ്രതിപക്ഷത്ത് 5. അപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്നിട്ടും ആ പഞ്ചായത്തിൽ 700 വോട്ടേ ഞാൻ പുറകെ പോയുള്ളൂ, 700 വോട്ട്. അപ്പോൾ SDP വോട്ട് അതുപോലെ കടമ്പൂർ പഞ്ചായത്തിൽ 2 വാർഡിൽ അവർ 2ാമതാണ്. അറൗണ്ട് വലിയൊരു വോട്ടുണ്ട് അവിടെ. ഈ വോട്ട് SDP വോട്ട് മുഴുവൻ പിണറായി വിജയന് കിട്ടി എന്ന് ഈ വോട്ടെണ്ണലിൻ്റെ ഒരു സമയത്ത് മനസ്സിലായപ്പോൾ തന്നെ ആ സമയത്താണ് ഞാൻ മാധ്യമങ്ങളെ കാണുന്നത്. ഇത് 5 റൗണ്ട് ഞങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അപ്പോഴേക്കും 6-ാം റൗണ്ടിൻ്റെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 6-ാം റൗണ്ടിൻ്റെ റിപ്പോർട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഒരു ഏജൻറ്റ് വന്ന് എന്നോട് പറയുന്നത് 6-ാം റൗണ്ടിൽ ലീഡാണെന്ന് പറഞ്ഞു. അത് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു 6-ാം റൗണ്ടും നമ്മൾ ലീഡ് ചെയ്തിരിക്കുന്നു. രാഷ്ട്രീയപരമായ ഒരു വിജയം 6 റൗണ്ടിലും കേരളത്തിൽ ഏറ്റവും വികസനം നടന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പിണറായി വിജയൻ്റെ തട്ടകത്തിൽ പാർട്ടി പിറന്ന മണ്ണാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവി കൊണ്ട പിണറായി പാറപ്പുറം ഉൾപ്പെടുന്ന മണ്ഡലമാണ്. അതുപോലെ മഹാനായ AKGയുടെ പിന്നെ ജന്മദേശമാണ്. ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ധർമ്മടവും പെരളശ്ശേരി പഞ്ചായത്ത് ഉൾപ്പെടെ പ്രദേശമാണ്. ഇവിടെ രാഷ്ട്രീയപരമായി നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്ന അഭിമാനത്തോടെ ലോകത്തിലെ മലയാളികൾക്ക് മുമ്പിൽ പറയുന്നു എന്ന് പ്രഖ്യാപിച്ചു. 6-ാം റൗണ്ട് കഴിഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ. പക്ഷേ അപ്പോഴും ചെറിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. പക്ഷേ പിണറായി പഞ്ചായത്തിൽ ഒരു അതിഭീകരമായ കള്ളവോട്ട്, കാരണം അത് നമ്മൾ പരാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, അതൊരു ആചാരം പോലെ എല്ലാ കാലവും നടക്കുന്നതാണ്. 92-93% വോട്ട് കയറി. നമ്മുടെ ബൂത്ത് ഏജൻറ്റുമാരൊക്കെ ഇരുന്നിരുന്നു. പക്ഷേ ഇരുന്നാലും അവർക്കും പരിമിതികളുണ്ട്. നമ്മളവരെ കൊല്ലാൻ വിടാൻ കഴിയില്ലല്ലോ, നമ്മളവരോട് മരിക്കാൻ പറയാൻ കഴിയില്ലല്ലോ. അവരെ ബോംബിൻ്റെ മുമ്പിലും വാളിന് മുമ്പിലും എന്താ പറയണ്ടേ അവരുടെ ആയുധങ്ങൾക്ക് മുമ്പിൽ പോയിട്ട് എന്താ പറയുക, ചില ബൂത്തുകളിലൊക്കെ ബൂത്ത് ഏജൻറ്റുമാർ ഇരുന്നിടത്തും അതിഭീകരമായി കള്ളവോട്ടൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ ഒരു ബൂത്തിലിരിക്കാത്ത സ്ഥലമുണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിലെ കള്ളവോട്ടും, ഒന്ന് SDP വോട്ട്, മറ്റൊന്ന് ഇവർ ചെയ്ത ബൂത്ത് പിടിച്ച് ഓപ്പൺ വോട്ടുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായത് അവിടെ 8000-ഓളം വരുന്ന ഈ പോസ്റ്റലിൻ്റെ മൊത്തത്തിൽ 8000-ലധികം വരുന്ന വോട്ടുണ്ട്. ഓപ്പൺ വോട്ടുകളും ഇത് മൂന്നുമാണ് പിണറായി വിജയനെ രക്ഷിച്ചത്. അതല്ല എങ്കിൽ ഒരു പക്ഷേ നമുക്ക് SDP വോട്ട് പിടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ മത്സരിച്ചല്ലോ, ഇവിടെ മത്സരിച്ചിട്ടില്ല. അവരുടെ വോട്ട് പിടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ആ വോട്ട് നേരെ ക്രോസ് വോട്ട് അടിച്ച് LDFന് അവരുടെ ഒരു പൊതു നിലപാടിൻ്റെ ഭാഗമായിട്ട് പോയപ്പോഴാണ് ഒരു പരാജയത്തിലേക്ക് UDF ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും UDF അവിടെ പോയത്. ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ഒന്ന് സമയം കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു സാഹചര്യമാണ് എന്നുള്ളത് നേരത്തെ അറിയിച്ച് ഒരു 6 മാസം മുമ്പ് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയായി എന്നെ ഇറക്കിയിരുന്നു എങ്കിൽ, കാരണം ഈ ലീഡ് നേടിയ പ്രദേശങ്ങളിലൊക്കെ കുറച്ചുകൂടി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളാണ്. ചെമ്പിലോടും അഞ്ചരക്കണ്ടിയും വേങ്ങാടിൻ്റെ ഒരു പ്രദേശമൊക്കെ അവിടെയുള്ളവർക്കറിയാം. അപ്പോൾ ഒന്ന് നന്നായി കൂടുതൽ സമയം ചെലവഴിച്ചത് അവിടെയാണ്. ആ മേഖലയിലാണ് ഈ മുഴുവൻ 6 റൗണ്ട് ലീഡ്. ഇതൊന്നും കോൺഗ്രസ് ഒന്നുമല്ല കേട്ടോ, ഇതൊക്കെ കാലാകാലം. ചെമ്പിലോട് പഞ്ചായത്ത് തുടങ്ങിയതിൽ പിന്നെ ഇതുവരെ കോൺഗ്രസ് UDF ഭരിച്ചിട്ടില്ല. അഞ്ചരക്കണ്ടി പഞ്ചായത്ത് തുടങ്ങിയത് മുതൽ ഇതുവരെ UDF ഭരിച്ചിട്ടില്ല. വേങ്ങാട് പഞ്ചായത്ത് പിണറായി വിജയൻ്റെ വീടിരിക്കുന്ന പഞ്ചായത്താണ്, തുടങ്ങിയത് മുതൽ ഇതുവരെ UDF ഭരിച്ചിട്ടില്ല. വെള്ളശ്ശേരി ഒരു കാലത്തും UDFനെ ചിലപ്പോൾ ഒരു മെമ്പർ, എൻ്റെ ഉപ്പയുടെ മരുമകളാണ്, എൻ്റെ ഭാര്യ വീട് ഈ പെരളശ്ശേരി പഞ്ചായത്തിൻ്റെ ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവരൊരിക്കൽ മെമ്പറായി, പിന്നെ ഇപ്പോൾ ഒരു 2 മെമ്പറുണ്ട് അധികം. അതിനപ്പുറത്തേക്ക് എല്ലാ കാലത്തും ഇടതുപക്ഷം എന്നവരുണ്ട് 700, 800, 1000 ബൂത്തിൽ, നമുക്ക് ചില ബൂത്തിൽ വാർഡിൽ കിട്ടുക ആകെ 10, 100 വോട്ടുകൾ. അങ്ങനെയുള്ള ഭീകരമായ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പെരളശ്ശേരി പഞ്ചായത്ത്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ കുറച്ച് ഇങ്ങനെ സമയം ചെലവഴിച്ച് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഓടാനും പോകാനും പര്യടനം നടത്താനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. കുട്ടിക്കലാശമൊക്കെ നടന്നത് ഈ മേഖലയിലാണ്. അതുപോലെ ഒന്ന് ഇപ്പുറവും 2 മേഖലയാണിത്. ഒന്ന് തലശ്ശേരിയോട് ചേർന്നിട്ടും, ഒന്ന് കൂത്തോർമ്മിനോട് ചേർന്നിട്ടും, ഒന്ന് മട്ടന്നൂരിനോട് ചേർന്നിട്ടും, ഒന്ന് കണ്ണൂരിനോട് ചേർന്ന്. അപ്പോൾ ആ മേഖലയിലും കുറച്ചൊന്ന് പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം അതാണ്, പിണറായി വിജയൻ തോക്കുമായിരുന്നു, അവിടെ UDF ജയിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇനി എന്താണ് ഒരു പൊളിറ്റിക്കൽ പ്ലാൻ? അങ്ങനെയില്ല. ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ തളിപ്പറമ്പിൽ നിന്ന് ധർമ്മടത്തേക്കുള്ള ഒരു പറച്ചിൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ഷോക്കായിരുന്നു. പിന്നെ നമ്മളൊരു പ്രതീക്ഷിച്ച ഒരു സ്വപ്നം കണ്ട, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ നമ്മളെ എല്ലാം സമർപ്പിച്ച് ഞാൻ അങ്ങനെ പറയാം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ യാത്രകളും, ഇപ്പോൾ എൻ്റെ വൈഫ് പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് മക്കൾ രാവിലെ എണീക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇറങ്ങും, മക്കൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പലപ്പോഴും വരിക, എൻ്റെ ഭാര്യ എന്നോട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമയമാണല്ലോ മക്കളുടെ. എൻ്റെ 2 മക്കളുടെയും ഒരുപാട് സമയം ഞാൻ കണ്ടിട്ടില്ല. സത്യമാണ്. എന്തെങ്കിലും മരണോ കല്യാണമൊക്കെ പറഞ്ഞ് രാവിലെ എണീച്ച് പോവും, തിരിച്ചു വരിക വളരെ വൈകിട്ടാണ്. അങ്ങനെ കുടുംബത്തോടൊപ്പം എൻ്റെ നഷ്ടം അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ, എൻ്റെ ഫാമിലിയോടൊപ്പമുള്ള സമയം. മറ്റൊരു നഷ്ടത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്ഥലത്തു നിന്നാണ് ഒരു സെക്കൻഡിൽ മാറാൻ പറയുന്നത്. എല്ലാവർക്കും അറിയായിരുന്നു തളിപ്പറമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്, ഇത്രയും സമയം ചെലവഴിക്കും, എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ മാറി ധർമ്മടത്തേക്ക് വന്നു. അതുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ ഒരു ചിന്ത, 2 സ്ഥലത്തെയും ജനങ്ങൾ, ഏകദേശം 2 സ്ഥലത്തും 70,000, തളിപ്പറമ്പിൽ 70,000-ലധികം ഉണ്ടായിരുന്നു, ഇവിടെ 70,000-ഓളം ഉണ്ട്. ഒരു 1.5 ലക്ഷത്തോളം വരുന്ന ജനം എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതെന്നെ വിശ്വസിച്ചിട്ടാണ്, അത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരോട്, ആ മണ്ഡലത്തിലെ ജനങ്ങളോട്, അവരോട് മാത്രമല്ല ആ മണ്ഡലത്തിലെ ജനങ്ങളോട് നന്ദി കാണിച്ച് എന്നും ഉണ്ടാവും. അവരുടെയൊക്കെ സുഖദുഃഖങ്ങളിലൊക്കെ ഏത് ആവശ്യത്തിനും വിളിച്ചാലും പരമാവധി മനുഷ്യസാധ്യമായ രീതിയിലൊക്കെ അവരുടെ കൂടെ 2 മണ്ഡലങ്ങളിലും പോകും, എല്ലാ കാര്യത്തിനും പോകും. അവിടെ ജനകീയ സമരങ്ങളുണ്ടെങ്കിൽ പങ്കെടുക്കും, ജനങ്ങളുടെ ആവശ്യങ്ങൾ. ഇപ്പം എന്നെക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്ന, ഇപ്പം സ്വാഭാവിക UDFൻ്റെ ഭരണമാണ്, ഭരണഘടനാപരമായി അല്ലെങ്കിൽ നിയമപരമായി അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിനപ്പുറത്തേക്ക് ഇനിയൊരു അജണ്ട വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥിത്വം ഒരിക്കലും അവകാശമല്ല. പാർട്ടിയോട് എനിക്ക് പൂർണ്ണമായ പാർട്ടിയിൽ സംതൃപ്തി തന്നെയാണ്. കാരണം ഈ ചെറിയ പ്രായത്തിൽ 2 തവണ നിയമസഭാ സ്ഥാനാർത്ഥിത്വം എനിക്ക് ലഭിച്ചു. അത് വലിയ അംഗീകാരമാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞു, മലയോരത്ത് ഒരു സാധാരണ കുടിയേറ്റ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് മറ്റൊരു എന്താ പറയേണ്ട ഒരു ഗോഡ് ഫാദറോ അങ്ങനെ ഒന്നുമില്ലാതെ ഈ 2 തവണയും അവസരം തന്ന ഒരു പാർട്ടി എന്നെ സംബന്ധിച്ച്. KSUവിൽ എല്ലാ തട്ടിലും, ബാലവേദിയിൽ എല്ലാ തട്ടിലും ഭാരവാഹിത്വം വഹിച്ചു. KSUവിൽ യൂണിറ്റ് പ്രസിഡന്റ് തൊട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെയുള്ള പദവി വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് വോട്ട് വാങ്ങി ജനറൽ സെക്രട്ടറി ആയതാണ്. ജനറൽ സെക്രട്ടറി KPCC മെമ്പറാണ്. ഏറ്റവും പ്രായം കുറഞ്ഞൊരു KPCC മെമ്പർ ആക്കി കോളയാട് ബ്ലോക്കിൽ നിന്നാണ്. അവിടെ മുമ്പ് എൻ്റെ മുഷ്ടനും ഇബ്രാഹിം കുട്ടി കല്ലാറും അഡ്വക്കേറ്റ് T ആസിഫ് അലി ഇവരൊക്കെയാണ് KPCC മെമ്പർ. അത് കഴിഞ്ഞ ശേഷം അവിടുന്ന് അവർ 3 പേരും ആയതിനു ശേഷം അവിടെ നിന്നുള്ള KPCC മെമ്പറാണ്. അങ്ങനെ ആസിഫ് അലി വക്കീൽ പിന്നെ വേറൊരു ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടാണ് എന്നെ അവിടെ KPCC മെമ്പറാക്കുന്നത്. അങ്ങനെ ഈ പ്രായത്തിൻ്റെ ഇടയിൽ വലിയ അംഗീകാരം തന്നൊരു പാർട്ടിയോട് എന്നും വിധേയത്വവും എന്താ പറയേണ്ട കൂറും ഉണ്ടാവും, നേതൃത്വത്തോടും ആത്മാർത്ഥത ഉണ്ടാവും. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പാർട്ടിക്കോ പാർട്ടി പ്രവർത്തകർക്കോ പ്രയാസം ഉണ്ടാകുന്ന
ഒരു പ്രവർത്തനവും ഇല്ലാതെ ജീവിതകാലം മുഴുവൻ ഇനിയൊരു പദവി എനിക്ക് കിട്ടാനില്ല എന്ന ബോധ്യത്തിൽ, ഇനിയൊരു അംഗീകാരം കിട്ടാനില്ല എന്ന ബോധ്യത്തിൽ, ഇതുവരെ കിട്ടിയുള്ള അംഗീകാരത്തിനെല്ലാം എൻ്റെ അവസാന ശ്വാസം വരെ പാർട്ടിയോട് കടപ്പെട്ടിരിക്കണം എന്നുള്ള ബോധ്യത്തിൽ ഞാൻ എന്താ പറയേണ്ടത്, പാർട്ടിയിൽ സജീവമായി പ്രവർത്തന രംഗത്തുണ്ടാവും.